കിച്ചണിൽ സ്പൈസി വെള്ളക്കടല മസാല ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. വെള്ളക്കടല വറക്കുന്നതിന് വേണ്ടി ഈ കടല നമുക്ക് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഇട്ട കടലയാണിത്. ഇത് നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് കുറച്ച് ഉപ്പിട്ട് അത് വെള്ളക്കടലേരെ മേലെ നിൽക്കുന്ന സൈസ് ഒരു വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു വിസിലടിക്കണം. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പ്രഷർ കളഞ്ഞിട്ട് തുറക്കാം. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് നിർത്താം. ഒരു വിസിലടിച്ചിട്ട് ഞാൻ പ്രഷർ കളഞ്ഞ് അത് ഒരു അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. 2 തരത്തിൽ ഞാൻ വറുക്കുന്നുണ്ട്. മസാല ഇട്ടിട്ടും വറുക്കുന്നുണ്ട്, വെറുതെയും വറുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയിൽ ഒപ്പിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒപ്പാം. ഇതിപ്പോൾ ഞാനൊരു നല്ലൊരു തോർത്തുമുണ്ട് എടുത്ത് ഒപ്പിയെടുത്തതാണ്. നമുക്കൊരു ബൗളെടുത്ത് ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി 2.5 ടേബിൾ സ്പൂൺ കടലമാവ്, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്ത വെച്ച കടല ചേർക്കാം. വെള്ളക്കടല ജസ്റ്റ് ബാറ്റർ പോലെയൊന്നും വേണ്ട, ജസ്റ്റ് കടലേമ ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ മതി. എല്ലാ കടലയും നമ്മൾ ആ മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് ഇളക്കി ചേർക്കാം. കുറച്ച് ഒരു ടീസ്പൂൺ വെള്ളം ചേർക്കാം. ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് കുറേ വെള്ളം ചേർത്ത് ബാറ്റർ പോലെ വേണമെന്നില്ല. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് ചൂടാക്കി കടല ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ഇനി നമുക്ക് കടല ഓരോന്നായിട്ടിടാം. ഒന്ന് തൊടാണ്ട് ഇങ്ങനെ ഇടണം. ഇത് നമുക്കിനി വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കടല വറുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ്നെസ്സും ആവും. 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് വേവണം. തീ മീഡിയത്തിലിട്ടിട്ട് വേണം, ഹൈയിലിടരുത്. നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി, അതിൻ്റെ പുറപ്പാകാം. നമുക്കിനി ഓരോന്നായിട്ട് കോരിയെടുക്കാം. എല്ലാ കടലയും നമ്മൾ വറുത്ത് കോരിയുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, വേപ്പിൻ്റെ ഇല 4 കതിർപ്പ് ഒന്ന് വാട്ടി നമുക്ക് ഫ്രൈ ചെയ്ത കടലയുടെ മുകളിലിട്ട് അലങ്കരിക്കാം. ഓക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കിടാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നമ്മുടെ മസാല സ്പൈസി കടല ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.